الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحماയ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും നീ അഫ്വ് ചെയ്യണേ അല്ലാഹ്. ഈമാനും തഖ്വയും തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, എല്ലാവരും ഹൃദയത്തിൽ കൈവച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അസ്ഹാബു ശിമാലിനെ കുറിച്ച്. അസ്ഹാബു ശിമാൽ ആരായിരിക്കും? അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു തആല പറഞ്ഞത് ഫീ സമൂം, അസ്ഹാബു ശിമാലിന്റെ ആളുകൾ നരകത്തിൽ തീക്കാറ്റിലാണ് അവർ ഉള്ളത്. വഹമീം, ചുട്ടുപൊള്ളുന്ന നരകത്തിലാണ്, വെള്ളത്തിലാണ് അവർ ഉള്ളത്. അതാ തെമ്മാടികളാകുന്ന വ്യഭിചാരികളുടെയും തെമ്മാടികളുടെയും ഗുഹ്യസ്ഥാനത്തിൽ പൊട്ടിവലിക്കുന്ന നദികളാണ് ആ ചൂടുവെള്ളം. അതേപോലെ ധിക്കാരികൾക്കുള്ള മൂക്കുനിട്ടും കാതുനിട്ടും വായുനിട്ടും പുറത്തു വരുന്ന ആ നാറിയ ചൂടാക്കപ്പെട്ട ചീഞ്ചലമാണ് അവർക്ക് കുടിപ്പിക്കപ്പെടുന്ന വെള്ളം. അവർക്ക് ആ നരകത്തിൽ തണലില്ലേ? തണലുണ്ട്. ആളിക്കത്തുന്ന തീന്റെ മധ്യത്തിൽ പുറത്തു വരുന്ന ആ പുകയുണ്ടല്ലോ, അതിന്റെ താഴ്ഭാഗത്താണ് അവർ ഉള്ളത്. സുബ്ഹാനല്ലാഹ്, ദുനിയാവിന്റെ പുക തന്നെ ഞങ്ങളുടെ മൂക്കിലേക്കും വായിലേക്കും പോയാൽ ശ്വാസം മുട്ടുന്നൊരവസ്ഥയാണ്. അതേ സമയത്ത് അല്ലാഹു തആല പറയുന്നു, അവർക്ക് കിട്ടുന്ന തണലേതാണ്? അത് നരകത്തിൽ ആളിക്കത്തുമ്പോൾ പുറത്തു വരുന്ന ആ പുകയുണ്ടല്ലോ, ആ പുകന്റെ താഴ്ഭാഗമാണ് അവർക്ക് കിട്ടുന്ന തണല്. എന്നാ ആ തണലിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞതാണ്. സൂറത്തുൽ മുർസലാത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻതലിഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ. ഓ അസ്ഹാബ് ശിമാലിന്റെ ആളുകളെ, ഇൻതലിഖൂ, നിങ്ങളല്ലേ ദുനിയാവിൽ മഹ്ശറയില്ല, രണ്ടാമതൊരു യാത്രയില്ല, മരിച്ചാൽ തീർന്നെന്ന് പറഞ്ഞത്. ഇൻതലിഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ, നിങ്ങൾ ഏതൊന്നിനാണോ കളവാക്കിയത് അവിടേക്ക് നിങ്ങൾ പോവുക, ഇവിടെ നിൽക്കണ്ട. ഇൻതലിഖൂ ഇലാ ളില്ലിൻ ദീ സലാസി ശുഅബ്, സൂറത്തുൽ മുർസലാത്തിൽ പറയുന്നു, ആളിക്കത്തുന്ന ആ നരകത്തിൽ 3 ശാഖകളായിട്ട് കരിമ്പുക, 3 ശാഖകളായിട്ട് 3 വിങ്കടമായിട്ട് അതെന്താവും, മേലോട്ട് ഉയർന്നു വരും. ആ പുകയിലേക്ക് തണൽ കൊള്ളാൻ നിങ്ങൾ പോവുക. എങ്ങനത്തെ തണലാണ്? ലാ ളലീനും വലാ യുഗ്നീ മിനൽ ലഹബ്. ആ തണലിലേക്ക് പോയാൽ, ആ കരിമ്പുകയുടെ തണലിലേക്ക് പോയാൽ നിങ്ങൾക്കത് തണൽ തരുകയില്ല, നിങ്ങൾക്കത് തണൽ തരുകയില്ല. ആ അഗ്നിജ്വാലയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നിട്ട് ഖുർആൻ പിന്നെയും പറയുന്നു, ഇന്നഹാ തർമീ ബിശററിൻ ഖൽഖസ്ർ. സുബ്ഹാനല്ലാഹ്, ആളിക്കത്തുന്ന അഗ്നിജ്വാലയുണ്ടല്ലോ, അതിന്റെ ഓരോ തീപ്പൊരികള്, തീപ്പൊരി എന്ന് പറഞ്ഞാൽ മിന്നി പുറത്തു വരുന്നില്ല, ആ തീപ്പൊരി ഉണ്ടല്ലോ, അഗ്നിജ്വാലമല്ല, അതിന്റെ പുറത്തു വരുന്ന തീപ്പൊരി ഉണ്ടല്ലോ, ഖൽഖസ്രി, കൊട്ടാരം പോലെയാണ്, വലിയ ബിൽഡിംഗ് പോലെയുള്ള തീപ്പൊരികളാണ് അത് വലിച്ചെറിയുന്നത്. കന്നഹു ജിമാലാത്തുൻ സുഫർ, അതിന്റെ വണ്ണം അറിയണോ? കത്തി കത്തി മഞ്ഞ വണ്ടനെ പോലെയാണ് അതിന്റെ വണ്ണമുള്ളത്. അങ്ങനത്തെ തീപ്പൊരികളാണ് ആ നരകം കൊണ്ട് വലിച്ചെറിയുന്നത്. വൈലുൻ യൗമൈദിൻ ലിൽ മുകദ്ദിബീൻ, ദുനിയാവിൽ കളവാക്കിയവർക്ക് അള്ളാഹുവിന്റെ റസൂലുള്ളാഹിന്റെ ഹദീസ് വേണ്ട, ഖുർആൻ വേണ്ട, ആലിമീങ്ങളെ വാക്ക് വേണ്ട, സത്യം വേണ്ട, വെറും തെമ്മാടിത്തരത്തിലായി ജീവിച്ച അള്ളാഹുവിന്റെ ആ മഹ്ശറിനെ കളവാക്കിയവർക്ക്
ഇന്ന് നസമാണ് എന്ന് ഖുർആൻ പറയുന്നു. ഹാദാ യൗമു ലാ യംതിഖൂൻ. ദുനിയാവിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തെല്ലാം കളവ് പറഞ്ഞിട്ട് രക്ഷപ്പെടാനുള്ള വഴിയുണ്ടാകും. പക്ഷേ അവിടെ ഒരാൾക്കും ഉണ്ടാനുള്ള അധികാരമില്ല എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. എന്നിട്ട് ഖുർആൻ പറയുന്നു എങ്ങനത്തെ തണലാണ്, ലാ ബാരിദിൻ വലാ കരീം. ആ കരിമ്പുകയുടെ തണലിലേക്ക് പോയാൽ അതൊരു സമാധാനത്തിന്റെ തണലല്ല, അതിന് മാന്യമായ തണുപ്പല്ല. അത് പിന്നെയും പിന്നെയും അവരെ ശരീരത്തെ ഉരുകുകയാണ്. അതവർക്കൊണ്ട് ആ തണൽ കൊണ്ട് ഒരു സമാധാനവും ഒരു ആശ്വാസവും അവർ കിട്ടുകയില്ല. ഇന്നഹും കാനൂ മുത്രഫീൻ. അല്ലാഹു കരുണുള്ളവനല്ലേ? ഈ നിലയ്ക്ക് എന്തിനാണ് അള്ളാഹു ശിക്ഷിക്കുന്നത്? അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അള്ളാഹു. നമുക്ക് അള്ളാഹു ബോധ്യപ്പെടുത്തരുകയാണ്, നിന്നെ വെറുതെയല്ല ഞാൻ ശിക്ഷിച്ചത്, നിന്നെ ഞാൻ വെറുതെയല്ല ഞാൻ ശിക്ഷിച്ചത്. പിന്നെയോ ഇന്നഹും കാനൂ മുത്രഫീൻ. ആ നരകാവകാശികള് അടിച്ച് പൊളിച്ച് ജീവിച്ചവരാണ്, അള്ളാഹുവിനെ മറന്ന് ജീവിച്ചവരാണ്. ഞാൻ ഒരാൾക്കും അന്യായമായിട്ട് ഒരു അക്രമവും ചെയ്യുകയില്ല. അതാണ് പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, ഫൽയൗമ ലാ തുദ്ലമു നഫ്സുൻ ശൈഅൻ വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. സൂറത്ത് യാസീൻ അല്ലേ? ഫൽയൗമ ലാ തുദ്ലമു നഫ്സുൻ ശൈഅൻ വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. ഓ അസ്ഹാബ് ശിമാലിന്റെ ആളുകളെ, ഞാൻ ഒരിക്കലും അക്രമം ചെയ്തിട്ടില്ല, ഞാൻ നീതിയാണ് ചെയ്തത്. കാരണം ഇന്നത്തെ ദിവസത്തിൽ ഒരാളും ഞാൻ അക്രമിക്കല, ഒരാൾക്കും ഞാൻ ദുൽമ ചെയ്യൂല. നിങ്ങൾ ദുനിയാവിൽ എന്താണോ ചെയ്തത്, നല്ലത് ചെയ്തവർക്ക് സ്വർഗത്തിൽ പോകാനുള്ള ചാൻസ് ഇവിടെയുണ്ട്. അതേപോലെ നിങ്ങൾ എന്താണോ വെടക്കാണോ തെമ്മാടിത്തരമാണോ നിങ്ങൾ ചെയ്തത് എങ്കിൽ നിങ്ങൾ ഇതാ നരകത്തിലേക്ക് കടക്കേണ്ടി വരും. ഞാനായിട്ട് ഒരു അക്രമം ഒരാൾക്കും ചെയ്യൂല. എല്ലാ താക്കീത്തും ദുനിയാവിൽ എങ്ങനെ ജീവിക്കണമെന്ന് എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് ഞാൻ നബിമാരിൽ കൂടെ കിതാബിൽ കൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോഴാണ് ആ മഹ്ശറയിലെ സ്വർഗത്തിന്റെ ആളുകളും നരകത്തിന്റെ ആളുകളും ഇങ്ങനെ മരുഭൂമിയിൽ, വിശാലമായ ആ ഭൂമിയിൽ ഒരുമിച്ച് കൂടും. അല്ലാഹു തആല പറയുന്നത്, അങ്ങനെ സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്ക് കടക്കുമ്പോ തെമ്മാടികളാകുന്ന ധിക്കാരികളാകുന്ന ആളുകൾ അവര് കൂടെ മല്ല സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കും. അവരെന്താക്കും? അവരെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി എന്താക്കും? ട്രൈയാക്കും. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഭാഗത്തൊരു വിളി വരുന്നത്. സൂറത്ത് യാസീൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, രണ്ട് വിഭാഗം തെമ്മാടികളും മുനാഫിഖീങ്ങളും മുഅ്മിനീങ്ങളും ആ വിശാലമായ മഹ്ശറിൽ ഒരുമിച്ച് കൂടി. അതാ നല്ല ആളുകൾ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ അവരെ ഇടയിൽ കൂടി അതാ തെമ്മാടികളും സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോഴാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. പരിശുദ്ധമായ ഖുർആൻ വിളിച്ചു പറയുന്നു, ഓ തെമ്മാടികളെ, ഓ ധിക്കാരികളെ, നിങ്ങളിതാ വേറിട്ട് നിൽക്കുക, നിങ്ങൾ വേറെ നിൽക്കുക. ആ സ്വർഗത്തിലേക്ക് കടക്കുന്നവരെ കൂട്ടത്തിൽ നിങ്ങൾ നിന്ന് പോകരുത്, നിങ്ങൾ വേറെ തന്നെ നിൽക്കുക. ഓ അപരാധികളെ, ഓ തെമ്മാടികളെ, നിങ്ങൾ വേർപെട്ട് വേറെ നിങ്ങൾ നിൽക്കണം. നിങ്ങൾ ഗുംപായിട്ട് നിൽക്കാൻ പാടില്ല, ആ സ്വർഗാവകാശികളെ കൂട്ടിട്ട് നിൽക്കാൻ പാടില്ല. നിങ്ങൾ സ്വർഗത്തിന്റെ ആളുകൾ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ തെമ്മാടികൾ അവിടെ പേടിച്ച് വിറച്ചു പോകും. ഇതെന്ത് ചെയ്യും? അല്ലാഹുവേ, ഞങ്ങൾ നീ കാക്കണം റഹ്മാനെ. ഇതാരിക്കാ പറയുന്ന ഉപദേശമല്ല, എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാനുള്ള ഒരു വിഷയമാണ്. നാളെ ആഖിറത്തിൽ എത്തിയാൽ, അല്ലാഹുവിനെ മതിമറന്ന് നടന്നാൽ,
അള്ളാഹുവിന്റെ 5 വക്ത് നിസ്കാരത്തിലേക്ക് വില കൊടുക്കാതെ ജീവിച്ചാൽ നാളെ ആഖിറത്ത് എത്തിയാൽ നഷ്ടം തിരിയുന്ന വിഷയമാണ്. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ റഹ്മാനേ. അതാ ഖിയാമത്ത് നാളിൽ എല്ലാ വിഭാഗം ഒരുമിച്ച് കൂടുമ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നൊരു വിളി, വംതാദുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഓ ധിക്കാരികളെ നിങ്ങൾ വേറെ തന്നെ നിൽക്കുക. അപ്പൊ ധിക്കാരികൾ എന്ത് ചെയ്യും? പരസ്പരം അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടും. അപ്പോൾ അവർ ചിന്തിക്കും, ഞാൻ ഈ നിലക്കാകാനുള്ള കാരണന്മാരാണ്. ചിലപ്പോൾ എൻ്റെ ഉമ്മയാണ്, ചിലപ്പോൾ എൻ്റെ ബാപ്പയാണ്, ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരനാണ്, ചിലപ്പോൾ എൻ്റെ പെഞ്ഞായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവാണ്. അവരെ വിളിക്കും, അവർ തീരുമാനമെടുക്കും. എന്ത് ചെയ്യും? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു തീരുമാനം വന്നു. അങ്ങനെ അവർ മീറ്റിംഗ് നടത്തുമ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്ത് പിന്നെയും ഒരു വിളി, മലക്കുകൾ അവരെ അടിക്കുകയും, നിങ്ങളോടല്ലേ അല്ലാഹു തആല പറഞ്ഞത് വേറിട്ട് നിൽക്കണം, വേറെ വേറെയായി നിൽക്കണം. അല്ലാഹുവിന്റെ ഭാഗത്ത് ഒരു വിളി. അപ്പോൾ അല്ലാഹു തആലയോട് അവർ പറയും, അല്ല അല്ലാഹ്, എൻ്റെ മൂത്തവണ് സ്വർഗത്തിലേക്ക് പോയ ഞാനും അവനെ പോലെ ഇബാദത്താക്കിന്. എൻ്റെ ഇളയോണ് സ്വർഗത്തിലേക്ക് പോയ, അല്ലെങ്കിൽ എൻ്റെ ബാപ്പ പോയിട്ട്, അല്ലെങ്കിൽ എൻ്റെ മോണ് പോയ, ഇങ്ങനെ ഒരുപാട് ആരും ചൊല്ലും, ഞാൻ എന്താക്കി, ഞാൻ അങ്ങനെ ഇതാക്കിയിട്ടില്ല. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, ആഹാ അലം അഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്വാന ഇന്നഹു ലക്കും അദുവ്വും മുബീൻ വനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. നിങ്ങളോട് ഞാൻ കരാറ് ചെയ്തിട്ടില്ലേ, ഓ ആദമിന്റെ മക്കളെ, ശൈത്താനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്, ശൈത്താന് ചൊന്ന പോലെ കേൾക്കരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളെ വ്യക്തമായ ശത്രുവാണ്. അവൻ ഏത് സമയത്തും നിങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവനാണ്. അതുകൊണ്ട് ശൈത്താനിക്ക് നിങ്ങൾ ഇബാദത്ത് എടുക്കരുത്, ശൈത്താനിക്ക് നിങ്ങൾ ഒഴിപ്പെടരുത്. വനിഅ്ബുദൂനി, നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യണം. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാ നേരെയായ ചൊവ്വായ അമ്പിയാക്കന്മാർ മഹാന്മാർ ജീവിച്ച വഴിയിൽ ജീവിക്കണം എന്നല്ലേ പറഞ്ഞത്. ആ ശൈത്താനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലം തകൂനു തഖിലൂൻ, എത്രയാ ആളെ അവൻ പഴപ്പിച്ചത്, നിങ്ങൾക്ക് ചിന്തിക്കാനാകുന്നില്ലേ? ഇതിന് മുമ്പ് എത്ര വിഭാഗത്തെ അവൻ പഴപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? അതുകൊണ്ട് ഹാദിഹി ജഹന്നമുല്ലത്തി കുന്തും തുഅദൂൻ, അല്ലാഹുവോട് പറയും, ഇത് നിങ്ങൾക്ക് വഅദ ചെയ്യപ്പെട്ട നരകമാണ്, ആ നരകത്തിലേക്ക് അവർ കടന്നു പോകും. അപ്പോഴും അവിടെയും ദുനിയാവിൽ ഏതെങ്കിലും കളവ് ചൊല്ലിയിട്ട് ജീവിച്ചിട്ട് എന്തെല്ലാം ഉള്ളതും ഇല്ലാതെ ജീവിച്ച് രക്ഷപ്പെടും. അവിടെയും അള്ളാഹുവിന്റെ മുമ്പിലും കളവ് പറയാൻ ആ വിഭാഗം റെഡിയാകും. അള്ളാഹുവിന്റെ മുമ്പിലും എന്താക്കുന്ന ഒരു കളവ് പറയും. അതാ അവർ പറയും, ഇല്ല അല്ലാ, നീ പറഞ്ഞതുപോലെ അല്ല, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, ഞങ്ങൾ നോമ്പ് നോക്കിയിട്ടുണ്ട്, ഞങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്, അല്ലാ ഒന്ന് നോക്കും, അങ്ങനെ ഒന്ന് രക്ഷപ്പെടാനുള്ള ഭയമുണ്ടാകും. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികകൾ അവന്റെ കിതാബുമായിട്ട് അവന്റെ മുമ്പിൽ വരും. അല്ലാഹുവിന്റെ റസൂൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അതാ കാഫിരീങ്ങളെയും മുനാഫിക്കീങ്ങളെയും ഹിസാബിന് വേണ്ടി എന്താക്കപ്പെടും, വിളിക്കപ്പെടും. അവന്റെ റബ്ബ് അവൻ ചെയ്ത അമലിനെന്താക്കും, അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കും. നീ എത്രയാ നല്ലതാക്കിയത്, നീ എത്രയാ വിടക്കാക്കിയത്, ആ അമലുകളെല്ലാം അവന്റെ മുമ്പിൽ വെളിവാക്കപ്പെടും, കാണിപ്പിക്കപ്പെടും. അപ്പോൾ അവൻ അത് നിഷേധിക്കും. അവൻ പറയും, ഐ റബ്ബീ വഇസ്സതുക ലഖദ് കതബ അലയ്യ ഹാദൽ മലികു മാ ലം അഅമൽ ഫയഖൂലു ലഹുൽ മലിക്. അല്ലാഹുവിന്റെ മുമ്പിൽ അവൻ പറയും, ഈ മലക്കുകൾ പറഞ്ഞതെല്ലാം കളവാണ്, ഈ മലായികകൾ
ഞങ്ങളെ ലിസ്റ്റ് വായിച്ചല്ലോ, ഇത് എല്ലാം കളവാണ് അല്ലാ, ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അത് പറയുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് ചോദിക്കും, ഇവരാരാണ്? അല്ല പറയും, എന്റെ അടിമകളാകുന്ന മലക്കുകള്. അപ്പോൾ ഓൻ പറയും, അടിമകളാണോ അവർ എങ്കിൽ അവർക്കും തെറ്റ് സംഭവിക്കാം, അവർക്കും തെറ്റ് വരാം. ഞങ്ങളെപ്പോത്തൊരു അടിമയല്ലേ അവർ? ഞാൻ എല്ലാ അമലും ചെയ്തിട്ടുണ്ട്, അവർ അത് കളവാണ് പറഞ്ഞത്. അപ്പോൾ ലഹുൽ മലിക്കു, അള്ളാഹുവിന്റെ മലക്കുൽ അവരോട് ചോദിക്കും, അമാ അമിൽത കദാ ഫീ യൗമിൻ കദാ ഫീ മക്കാനിൻ കദാ, ഇന്ന പക്കത്ത് ഇന്ന ജാഗലി നീ ഇന്ന സ്വർണീലാക്കിയിട്ടില്ലേ? അപ്പോൾ അവൻ നിഷേധിക്കും, ഇല്ല അല്ലാ, അങ്ങ് വെറുതെ എഴുതി വെച്ചിറോ, ഞാൻ അങ്ങനെ ഒന്നും ആക്കിയിട്ടില്ല, ഞാൻ നല്ലതേ ആക്കിറോ. അപ്പോൾ അല്ലാഹു തആല ചോദിക്കും, നിനക്ക് ഇതിലേക്ക് സാക്ഷി വേണോ? അപ്പോൾ അവൻ വെറും സാക്ഷി വേണു. അല്ലാഹു തആല ചോദിക്കും, എന്താണ് സാക്ഷി? സാക്ഷി ഞാനെന്നാവണം, ഞാനേ സത്യം പറഞ്ഞു, എന്റെ നാവ് കൊണ്ടേ പറയണം. അപ്പൊ അല്ലാഹു തആല പറയും, ശരി. മലായിക്കയോട് പറയും, ശരി, നീ ചെയ്തത് നിന്റെ തടി എന്നെന്താക്കുന്നത് പറയും. നീ ആക്കിയ സ്വറ നിന്റെ ശരീരമേ, നിന്റെ ബോഡിയിലുള്ള അവയവങ്ങൾ പറയും. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. മലക്കുൽ എഴുതി വെച്ചത് കളവു, നാളെ ചെന്നതും നീ അംഗീകരിക്കുന്നില്ല. അപ്പൊ നീ എന്നെന്താക്കണു? നീയെ ചൊന്നിട്ട് നീ അതൊക്കെ സാക്ഷി വേണോ അല്ലേ? എങ്കിൽ അതിനുള്ള വ്യവസ്ഥ ഞാൻ ആക്കി തരും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു തആല ഇത്രയും അദാബിൽ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം എല്ലാവരും ആലോചിക്കണു, ഇത് മരിച്ചിട്ട് രണ്ടാമത് അള്ളാഹു നമുക്ക് ജീവനിട്ട് ആഖിറത്തിൽ എത്തുമ്പോൾ നടക്കുന്ന വിഷയങ്ങളാണ്. ഇവിടെ നാവ് കൊണ്ട് എന്തും പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കും, ആഖിറത്തിൽ ഇല്ല. ഞങ്ങൾ പറഞ്ഞതെല്ലാം ഞങ്ങളെ അവയവങ്ങൾ തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ പറയും, ഒക്കെ ആക്കിയത്. അതാണ് നാളത്തെ ക്ലാസ്സിൽ വരുന്നത്. അല്ലാഹുവേ ഞങ്ങൾക്ക് സാബിഖീങ്ങളെ ഖാദിമായിട്ടോ അസ്ഹാബുൽ യമീനിന്റെ കൂട്ടത്തിലായിട്ടോ ഞങ്ങളെ നീ നിന്റെ സ്വർഗത്തിൽ എത്തിച്ചു തരണം അല്ലാ. നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. നിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട്, മഗ്ഫിറത്ത് കൊണ്ട് അല്ലാ, കോടിക്കണക്കിന് അടിമകൾക്ക് നീ പുറത്തു കൊടുത്ത് സ്വർഗത്തിലേക്ക് എത്തിക്കുമ്പോൾ അതുപോലെയുള്ള റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വർഗത്തിൽ എത്തിപ്പിക്കണം അല്ലാ. ഞങ്ങൾ ചെയ്ത അമലോ ഇബാദത്തോ ഒന്നും സഹിഹാണെന്ന് പറയാൻ ഞങ്ങൾക്കൊന്നുമില്ല റഹ്മാനെ. ഞങ്ങളെ കബൂലായ ഒരു ഇബാദത്ത് ഉണ്ട് എന്ന് ധൈര്യത്തോടെ പറയാൻ ഞങ്ങളെ മുമ്പിൽ ഒന്നും ഇല്ല. ഞങ്ങൾക്ക് ഒന്നുള്ളൂ, നിന്റെ വിശാലമായ റഹ്മത്ത് മഗ്ഫിറത്ത്. അല്ലാഹു റമളാനിന്റെ അവസാനത്തെ ഭാഗത്തിന് കോടിക്കണക്കിന് അടിമകൾ ചൊല്ലി നിന്റെ റഹ്മത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കുമ്പോൾ ഈ പാവപ്പെട്ട ഞങ്ങളെ സ്വർഗത്തിന് അർഹതക്കാരിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഉമ്മ, ബാപ്പ, ഭാര്യ, മക്കള്, കുടുംബങ്ങള്, ഉസ്താദുമാർ, സ്നേഹിതന്മാർ, അല്ലാഹുവേ ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾ വിശ്വം വെക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും സ്വർഗത്തിന് അർഹതക്കാരിൽ പെടുത്തണേ അല്ലാ. നരകത്തിന്റെ അദാബിൽ നിന്ന് കാക്കണേ റഹ്മാനെ. റമളാന്റെ നോമ്പ് നോറ്റ് സുബഹി നിസ്കരിച്ച് ഈ പള്ളിയിൽ ഖുർആൻ പഠിക്കാൻ, ഖുർആൻ കേൾക്കാൻ ഇരുന്ന ഈ മുഅ്മിനീങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ. ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.